ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PC. ഇന്ന് നമ്മൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. റീസെൻ്റായിട്ട് PSC 11ാമത്തെ അവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തേതാണ് ഖരം. 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 റൈഡ്ബർഗ്, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്, 11 ടൈം ക്രിസ്റ്റൽ, 12 റെഡ് ബർഗ് പോളറൻസ്, 13 എക്സിറ്റോണിയം. അപ്പോൾ ഒന്നാമത്തെ അവസ്ഥ ഏതാണ്? ഖരം. രണ്ടാമത്തെ അവസ്ഥ ദ്രാവകം. മൂന്നാമത്തെ അവസ്ഥ വാതകം. നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തേത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. എട്ടാമത് റൈഡ്ബർഗ്. ഒൻപതാമത് ജാൻ ടെല്ലർ മെറ്റൽ. പത്താമത് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. 11ാമത് ടൈം ക്രിസ്റ്റൽ. 12ാമത് റെഡ് ബർഗ് പോളറൻസ്. 13ാമത് എക്സിറ്റോണിയം. അപ്പോൾ നമ്മളിത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മെമ്മറിയിൽ ഇത് ഫീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ അവസ്ഥ ഏതാണ്? ഖരം. രണ്ടാമത്തെ അവസ്ഥ ദ്രാവകം. മൂന്നാമത്തെ അവസ്ഥ വാതകം. നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. എട്ടാമത്തെ അവസ്ഥ റൈഡ്ബർഗ്. ഒൻപതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. പത്താമത്തെ അവസ്ഥ കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. 11ാമത്തെ അവസ്ഥ ടൈം ക്രിസ്റ്റൽ. 12ാമത്തെ അവസ്ഥ റെഡ് ബർഗ് പോളറൻസ്. 13ാമത്തെ അവസ്ഥ എക്സിറ്റോണിയം. അപ്പോൾ ഇനി വരുന്ന 10th പ്രിലിംസ്, 10th മെയിൻസ്, മറ്റ് PSC എക്സാമുകൾക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്ലേലിസ്റ്റുകളെല്ലാം കാണുക, നോട്ടുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. മറ്റൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്